Hello guys, welcome back to my YouTube channel. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എനർജി എനിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തും നിങ്ങളുടെ ആ ഒരു എനർജി പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ മാറ്റം ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് എത്തുന്നു. ഇത് നിങ്ങളെ ഒരുപാട് അത്ഭുതപ്പെടുത്തും. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്താണ്? നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്താണ്? ഏത് എനർജിയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. പിന്നെ ബാക്കി വരുന്ന എനർജീസ് എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഓവറോൾ എനർജി നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ വ്യക്തി ഇപ്പോൾ ഏതൊരു എനർജിയിലാണ് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. 4 ഓഫ് എർത്ത് ആണ്, 4 ഓഫ് പെൻഡക്കിൾസ്. ആൻഡ് ഓൾസോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ജീവിതത്തിന് അടിത്തറയുണ്ടാക്കി എടുക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം, പുതിയ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടാകാം, പ്രമോഷൻ ലഭിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടാകാം. എന്തുകൊണ്ടോ തൻ്റെ ജീവിതം നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കരിയർ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരു തരത്തിലും ഒരു തരത്തിലും റെസ്റ്റ് എടുക്കാതെ വളരെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള രീതിയിൽ ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നന്നായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ വഴികൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ എനർജീസ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ വ്യക്തി ഒരു മെച്യൂരിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മെച്യൂരിറ്റിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് മാറുമ്പോഴാണ് മെച്യൂരിറ്റിയിലേക്ക് വരുന്നത്. എങ്ങനെയെങ്കിലും ജീവിതം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു മെച്യൂരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെ പോയാൽ പോരാ, എൻ്റെ ജീവിതം ഏറ്റവും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ആ ഒരു സമയത്താണ് മെച്യൂരിറ്റി വരുന്നത്. അപ്പോൾ ആ ഒരു മെച്യൂരിറ്റി വന്നിരിക്കുന്ന ആ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഓൾസോ സൈറ്റ് ഓഫ് ദ ഓൾ ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങൾ ഒരുപക്ഷെ ബ്രൗൺ കളറിലുള്ള തൂവല് കിട്ടുന്നുണ്ടെങ്കിൽ, ബ്രൗൺ കളർ കേട്ടോ, ബ്രൗൺ കളർ, കറുപ്പും വെള്ളയൊന്നും അല്ല, ബ്രൗൺ കളറിലെ തൂവലുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ബ്രൗൺ കളറിലേക്ക് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ നന്നായിട്ട്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ നന്നായിട്ട് നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ മനുഷ്യന്റെ ഒരു ശരീരമാണ്, പക്ഷെ മുഖം എന്ന് പറയുന്നത് ഒരു മാസ്ക് വെച്ചിട്ട് ഒരു ഔളിന്റെ ഒരു മുഖമായിട്ടാണ് കാണിക്കുന്നത്, ഒരു മൂങ്ങയുടെ മുഖമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിലത്തെ മുഖം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മുഖമാണ്. അതിൻ്റെ മുകളിൽ ഒരു മാസ്ക് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ മറച്ചു പിടിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ അസ്വസ്ഥതകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ അച്ഛനോടും അമ്മനോടും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയോടായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോടായിക്കോട്ടെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവരോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് ആർക്കാണ് ബുദ്ധിമുട്ട്? അവർക്കല്ല ബുദ്ധിമുട്ട്,
ബുദ്ധിമുട്ട് എപ്പോഴും നമുക്കായിരിക്കും. കാരണം നമ്മൾ ഒരിക്കലും തുറന്നു പറയുന്നില്ല. എല്ലാം നമ്മുടെ മനസ്സിൽ ഒതുക്കി, ഉള്ളിലൊതുക്കി സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ അനുഭവിക്കേണ്ടി വരുന്നതും അവിടെ മാനസിക പിരിമുറുക്കത്തിലേക്ക് പോകേണ്ടി വരുന്നതും നമ്മൾ തന്നെയാണ്. അതേ അവസ്ഥയാണ് ഈ പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ സാഹചര്യം അതിനെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ ഉള്ളിലൊതുക്കി വെച്ചിട്ടുണ്ട്. ഒരു മാസ്ക് അണിഞ്ഞ്, ഒരു മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ വ്യക്തിക്കുണ്ട് എന്നാണ് ഇതിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥ, സമാധാനം കിട്ടുന്നില്ല, എത്ര ചിരിക്കാൻ ശ്രമിച്ചാലും മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവർക്ക് മുന്നിൽ ജസ്റ്റ് ഒന്ന് അഭിനയിക്കാന്ന് മാത്രം, അഭിനയിച്ച് കാണിക്കാന്ന് മാത്രം, ഞാൻ ഹാപ്പിയാണ് എന്ന് അഭിനയിച്ച് കാണിക്കുക എന്ന് മാത്രം. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ ആ ഒരു ഡിഫിക്കൽട്ടിയിൽ നിന്നും, ആ ഒരു ബുദ്ധിമുട്ടിനെ മറികടന്നുകൊണ്ട് അവിടെ പവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതായത് തൻ്റെ ആ ഒരു യഥാർത്ഥ ശക്തിയിലേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം പവർ ഓവർ ഡിഫിക്കൽട്ടി ആണ്, ബുദ്ധിമുട്ടുകളിൽ നിന്നും പുറത്തേക്ക് വരുന്ന അവസ്ഥ. അപ്പോൾ ഒരിക്കലും ഇതെൻ്റെ വിധിയാണ് അല്ലെങ്കിൽ ഇതെൻ്റെ കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തി ഒരിക്കലും താഴ്ന്നിരിക്കുന്നില്ല. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കണം, എനിക്ക് ഇതിൽ നിന്നും പുറത്തേക്ക് വരണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് വിശ്വാസം സമർപ്പിക്കാം, നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ വ്യക്തിയെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒരിക്കലും വീണുപോയി, ഒരു സ്ഥലത്ത് വീണുപോയി, ആ വീണിടത്ത് അവിടെ തന്നെ കിടക്കുന്ന ഒരു മെന്റാലിറ്റി അല്ല. അവിടെ നിന്നും എങ്ങനെയെങ്കിലും ഉയർത്തെഴുന്നേക്കണം, വിജയത്തിലേക്ക് വരണം എന്നുള്ളൊരു മനോഭാവമാണ് ഈ വ്യക്തിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് പലതരത്തിലുള്ള അത്ഭുതങ്ങളും സർപ്രൈസസുകളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷ കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ റൈറ്റ് പാത്താണ്. അതായത് പ്രണയം എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഒരു സായാഹ്നമാണ്, ഒരു യാത്രയാണ്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ കൃത്യമായിട്ടുള്ള പാതയിലാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമയം കൂടിയായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് സംശയിച്ച് നിന്നിട്ടുണ്ട്. കാരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ലതാണോ അല്ലെങ്കിൽ മോശത്തിനാണോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളാണ് ശരി, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള പ്രണയബന്ധമാണ് ശരി എന്നുള്ള ഒരു റിയാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിക്ക് പ്രത്യേകിച്ച് പേടിയില്ല, സംശയമില്ല, അല്ലെങ്കിൽ ഒരു സംശയം നമുക്ക് തോന്നിക്കും, സംശയമില്ല, കാര്യഗൗരവമുണ്ട്, നിങ്ങളായിട്ടുള്ള പ്രണയബന്ധമാണ് ശരി എന്നുള്ള, ഞാൻ ശരിയായ പാതയിലാണ് എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് ആണ്. അതായത് ഈ പേഴ്സന്റെ മനസ്സിൽ ഈയിടെയായി പൊട്ടിമുളച്ചിട്ടുള്ള അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് സാജിറ്റേറിയസ് എനർജിയാണ്. അതുപോലെ ന്യൂ മൂണിലാണ് നിൽക്കുന്നത്. ചന്ദ്രന്റെ ആദ്യ പാദത്തെയാണ്, തുടക്കപാദത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അമാവാസിക്ക് ശേഷമുള്ള ന്യൂ മൂണിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാണ്. അതായത് ഇത്രയും കാലം ഈ പേഴ്സൺ എന്താണോ വിചാരിച്ചിരുന്നത് അത് ശരിയല്ല എന്നും സത്യമായിട്ടുള്ള കാര്യങ്ങൾ വേറെയാണെന്നും നിങ്ങളെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങളെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ നിങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും നെഗറ്റീവായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, നെഗറ്റീവായിട്ട് കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി പോസിറ്റിവിറ്റിയിലേക്ക് മാത്രമാണ് ചിന്തിക്കുന്നത്. അത് ആ ഒരു ചന്ദ്രന്റെ ആ ഒരു രീതിയിലാണ് അവിടെ മാറ്റം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പേഴ്സന്റെ മനസ്സ് നിറയെ ഇപ്പോൾ ഭയങ്കര പോസിറ്റീവാണ്.
അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഡിവൈൻ ഇത് പറയുകയാണെങ്കിൽ ഹയർ ലേണിംഗ് ആണ്. അതായത് ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പാഠപുസ്തകമാണ്. ഒരുപാട് എക്സ്പീരിയൻസസ്, ഒരുപാട് അനുഭവങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ ഈ വ്യക്തിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് ഈ പേഴ്സന്റെ ബെസ്റ്റ് വെർഷനാണ്. അതായത് ഈ വ്യക്തിയിൽ എന്തെങ്കിലും മോശക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതെല്ലാം മാറ്റി വെച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ ഈ വ്യക്തിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പാഠങ്ങൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ഇത് എപ്പോഴും ഒരു താമരയെ പോലെ വളരെയധികം പൂത്തുലഞ്ഞ് അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ വിടർന്നിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള ഒരു കനം പ്രതീക്ഷയാണ് പറയുന്നത്. പ്രതീക്ഷ എന്ന് പറയുന്നത് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് മാത്രമാണ് നമുക്ക് പ്രതീക്ഷ പറയാൻ പറ്റുള്ളൂ. നമുക്കൊരു ഉറപ്പുള്ള ഒരു കാര്യത്തോട് മാത്രമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറയാൻ പറ്റുള്ളൂ. ആ ഒരു പ്രതീക്ഷ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ, ധൈര്യമായിട്ട് പ്രതീക്ഷയോടെ ഇരുന്നോളൂ എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രണയബന്ധമായിട്ട്, ഒരു ഡിവൈൻ കണക്ഷൻ ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു പ്രണയ സംബന്ധമായിട്ടുള്ള തോട്ട്സ് ആണ്. അതായത് ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളെ കുറിച്ചിട്ടുള്ള പ്രണയ സംബന്ധമായിട്ടുള്ള തോട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലാണെങ്കിലും പ്രണയത്തെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ആശയങ്ങളാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു സ്നേഹമാണ് നിങ്ങളെ രണ്ടുപേരെയും വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, രണ്ടുപേരെയും വീണ്ടും ഒന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓവറോൾ എനർജി ഇവിടെ നമുക്കൊരു മാനിപ്പുലേഷൻ ആണ് കാണിക്കുന്നത്. തിങ്ക് ഫസ്റ്റ് ബിഫോർ യു ജഡ്ജ് എന്നാണ്. അതായത് ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ മാനിപ്പുലേഷൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. നല്ല രീതിയിൽ മാനിപ്പുലേഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ മറ്റുള്ളവരുടെ ആ ഒരു കെണിയിൽ അകപ്പെട്ടു പോയി എന്നാണ് കാണിക്കുന്നത്. മറ്റുള്ളവർ പറയുന്നത് കേട്ടു, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് സത്യമാണ് എന്ന് ഈ പേഴ്സൺ വിചാരിച്ചു പോയി. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ശ്രമിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഈ പേഴ്സൺ ഏതൊക്കെയോ സാഹചര്യത്തിൽ വീണുപോയി. പക്ഷെ അതിൽ നിന്നും കരകയറാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പലതും വിജയിച്ച് കഴിഞ്ഞു എന്നും കൂടെ കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ റിലീസാണ്. കാരണം ഈ പേഴ്സണ് വേണ്ടാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. ആ ഒരു കാര്യം റിലീസ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലൂടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. കാരണം തനിക്ക് വേണ്ടാത്ത കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ വേണ്ട, എന്നേക്കുമായി വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെ ഒരുപാട് മാനിപ്പുലേഷൻസിൻ്റെ ഇടയിലും നിങ്ങളോടുള്ള സ്നേഹം ചേർത്ത് പിടിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, കുറച്ച് ക്ലൂസ് നോക്കാം. 23 കാപ്രിക്കോൺ, വിശാഖം നാള്, 11-17 ഏപ്രിൽ ഉത്രാടം, 2-ാം തീയതി ഓവർ എക്സ്പെക്റ്റേഷൻ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. സോ ബൈ.